അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇത്രയും ക്ലിയർ ഒരു വിഷയങ്ങൾ കാണാൻ സാധ്യതയില്ല. എങ്കിലും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ ഇന്ന് രാത്രികാലം സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പാറസ്ഥലത്ത് വീണ വിത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാറസ്ഥലത്ത് വീണ വിത്തിന്റെ ഏറ്റവും പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്, അത് പാറസ്ഥലത്ത് വീണത് കൊണ്ട് അവിടെ അതിന് ആഴത്തിൽ വേരിറങ്ങാനായിട്ട് ഉള്ള സാഹചര്യം സംജാതമാകുന്നില്ല. അതുകൊണ്ട് വേരില്ലാത്തത് കൊണ്ട് അത് വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നു എന്നാണ് കർത്താവ് അവിടെ നമ്മെ ഓർപ്പിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും. റൂത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. വേരിനെ കുറിച്ച് പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ പറയുവാനൊക്കെ സാധിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമ ഉപദേശ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, രണ്ട് പ്രധാന കാര്യങ്ങളിലാണ് റൂട്ട് അല്ലെങ്കിൽ വേര് ഇറങ്ങുന്നതിനെ കുറിച്ച്, വേരൂന്നുക എന്നുള്ള ഭാഷയാണ് തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആണ് വേരൂന്നുക എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് ലേഖനങ്ങളിൽ, രണ്ട് വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്യം. ഇങ്ങനെയാണ്, ഞാൻ 6 ചേർത്ത് വായിക്കും. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടത്തി, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവും പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുത്തി. നമുക്കറിയാം, പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒക്കെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചാൽ അല്ലെ മനസ്സിലാക്കിയാൽ, ലേഖനങ്ങളെല്ലാം സഭയ്ക്കും ദൈവമക്കൾക്കും വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണല്ലോ എഴുതപ്പെട്ടത്. വിശ്വാസികളുടെ ഇടയിലെ അവരുടെ ജീവിതത്തിലെ ആത്മീയതയ്ക്കെതിരായിട്ടുള്ള എതിരായ പ്രശ്നങ്ങളുടെ പോംവഴി, പരിഹാരം ഒക്കെയാണല്ലോ ലേഖനങ്ങളുടെ പ്രതിപാദ്യങ്ങൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ദൈവമക്കൾ അല്ലെ വിശ്വാസികള് ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ മുൻപാകെ ദൈവസഭയിൽ എങ്ങനെയായിരിക്കണം അവരുടെ ആത്മീക വളർച്ച, അവരുടെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കണം, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നിലനിൽക്കാൻ കഴിയുക എന്നുള്ള ഉപദേശങ്ങളാണ് പ്രധാനമായും ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനത്തിൽ ഈ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായി ക്രിസ്തീയ ജീവിതത്തിന്റെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന അനവധി കാര്യങ്ങൾ പൗലോസ് അവിടെ പ്രസ്താവിക്കുന്നു. അവിടേക്കൊന്നും പോകാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരും. അവനിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൽ. കാരണം 6-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറഞ്ഞു പറയണം. അവനിൽ വേരൂന്നിയും, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. ആത്മീയ വർധന എന്ന് പറയുന്നത് ആത്മീയ വളർച്ച എന്നും അതിന്റെ അർത്ഥമാണ്. അതല്ലെങ്കിൽ അതിന് അടുത്തൊരു പദം പറയാൻ ആയിട്ടുണ്ടെങ്കിൽ അത് വളർച്ച എന്ന് തന്നെയാണ് പറയേണ്ടത്. വർധന എന്ന് പറയാൻ വളർച്ച എന്ന് തന്നെ. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയും, സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയും. അങ്ങനെ പല നിലകളിലൊക്കെ നമുക്ക് അതിനെ വിശദീകരിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പദങ്ങളെ നമുക്ക് കാണാം. ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്നത്, ഓരോ വിശ്വാസി, ഓരോ ദൈവ പൈതലും ക്രിസ്തുവിൽ അല്ലെങ്കിൽ അവരിൽ എന്ന് പറയുമ്പോൾ, അത് ക്രിസ്തു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തി തന്റെ വചനങ്ങൾക്കാണ്. അത് നമുക്കറിയാം. അത് പ്രത്യേകിച്ച് പുതിയ നിയമ ദൈവശാസ്ത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് നമ്മോടുകൂടെ കർത്താവ് ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിലെ പ്രസൻസ് എന്ന് പറയുന്നത് എപ്പോഴും ദൈവവചനം.
വചനം നമ്മുടെ അകത്താണ്, ഉള്ളിലാണ് വചനം. കർത്താവ് തന്റെ ദൗത്യം നിർവഹിച്ച്, ശുശ്രൂഷ നിർവഹിച്ച്, കർത്താവ് ഇന്ന് ഇബ്രായ ലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത് പോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതമൊക്കെ ചെയ്ത് കർത്താവിന്റെ പ്രസൻസ് സ്വർഗത്തിലായിരിക്കുമ്പോൾ നമ്മളോട് കൂടെയുള്ള തന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് തന്റെ വചനങ്ങളാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മള് കർത്താവിന്റെ നാമമൊക്കെ ഉച്ചരിച്ചും കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും അത് സൗഖ്യമായിട്ടോ മിറക്കിൾസ് ആയിട്ടോ അത്ഭുതങ്ങളായിട്ടോ ഒക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വചനത്തിലൂടെ നടക്കുന്ന മിറക്കിളുകൾ, അത്ഭുതങ്ങൾ. വചനമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. കാരണം വചനം കേവലം ഒരു പ്രിന്റ് അല്ല, ഒരു പ്രിന്റിങ് അക്ഷരമാലയല്ല, മറിച്ച് വചനത്തിന് ഭയങ്കര ശക്തി. നമുക്കറിയാം വചനത്തിന്റെ പവർ, ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പം ആ ദൈവവചനത്തിന്റെ ശക്തിയാണ് ഇന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നതും നമ്മിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. യേശു പോലും പിശാചിനെ ജയിച്ച പവർ എന്ന് പറയുന്നത് വചനം ഉദ്ധരിച്ചിട്ട് അല്ലെ. ന്യായപ്രമാണത്തിലെ വാക്യം എടുത്ത് പിശാചിനെതിരെ ഉപയോഗിച്ചാൽ ആ വാക്യം അല്ലെങ്കിൽ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുത്താണ് കർത്താവ് എന്ത് ചെയ്തത്? പോരാടിയത്, യുദ്ധം ചെയ്തു. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ നാം സംഗ്രഹിക്കുന്ന, നാം സൂക്ഷിക്കുന്ന, നാം പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ നാം എഴുതിയിട്ടിരിക്കുന്ന തിരുവചനങ്ങളുടെ ശക്തിയാണ് ക്രിസ്തുവിൽ നാം എപ്പോഴും അനുഭവിക്കുന്നതും നമ്മുടെ ശുശ്രൂഷയിൽ പ്രാക്ടിക്കലാകുകയും ചെയ്യും. അപ്പോൾ അവനിൽ വേരൂറുക എന്ന് പറഞ്ഞാല് അതിന്റെ യഥാർത്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം വചനത്തിൽ റൂട്ടുണ്ടാകുക എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ വചനത്തിൽ വേരൂന്നുക എന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള ചിന്ത. എങ്ങനെയാ അങ്ങനെ വരത്തുള്ളൂ. കാരണം ക്രിസ്തു എന്ന് സ്വർഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്നതും വചനത്തിലൂടെയാണ് നമുക്ക് വളർച്ച. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ അവരിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചു. അപ്പൊ ആത്മീക വർധനവ് നമുക്ക് നൽകുന്നത് അതിന് പല കാരണങ്ങളാണ്, ഒത്തിരി കാരണങ്ങളല്ല, ഒത്തിരി മേഖലയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആത്മീക വർധന പ്രാപിക്കാൻ കഴിയും. ഇപ്പം പൗലോസ് അതിനെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആത്മീക വർധനം എങ്ങനെ പ്രാപിക്കാൻ വേണ്ടി. ഒന്ന്, പൗലോസ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അന്യഭാഷയെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 14-ാമത്തെ അധ്യായം 1, 2, 3, 4 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആത്മീക വർധനവ് വ്യക്തിപരമായിട്ട് പ്രാപിക്കുന്നത് അന്യഭാഷാ സംഭാഷണത്തിലൂടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു എന്നാണ്. രണ്ടാമത് ആത്മീക വർധനവ് വരുന്ന രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് പ്രവചനമാണ്. ആ അധ്യായത്തിൽ തന്നെ, ആ 14-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട് പ്രവചനമോ, അല്ലെങ്കിൽ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് പ്രവചിക്കുന്നവര് 1 or 2 പേര് പ്രവചിക്കട്ടെ, അല്ലെങ്കിൽ പ്രവാചകന്മാര് വേദപുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ച് കീഴ്പ്പെട്ട് ശുശ്രൂഷ ചെയ്യട്ടെ. എന്നിട്ട് പറയുന്നത് പ്രവചനം സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. അത് പേഴ്സണലി അല്ല, അത് ഒരു ഗ്രൂപ്പിനാണ്, മൊത്തത്തിലുള്ള ലോക്കൽ സഭയുടെ ആത്മീക വർധനവിന് പ്രവചനത്തിന് വലിയ സ്വാധീനതയുണ്ട്. അപ്പം അത് ആത്മീയ വർധനയ്ക്ക് മുഖാന്തരമാകുന്ന മറ്റൊരു തലമാണ് പ്രവചനം എന്ന് പറയും. ഇനി മൂന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത് സ്നേഹത്തിന് ആത്മീയ വർധന വരുത്താൻ കഴിയും. അത് നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു എന്ന് പൗലോസ് പറയും. എന്ന് പറഞ്ഞാൽ ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അഗാപ്പെ അല്ല, മറിച്ച് ഫിലദൽഫിയ ആണ്. അഗാപ്പെ എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നാം ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹമാണ് അഗാപ്പെ. എന്നാൽ ഫിലദൽഫിയ എന്ന് പറയുന്നത് സഹോദര സ്നേഹമാണ്. ഒരു സഭയിലെ വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്നതാണ് എന്ത്? ഫിലദൽഫിയ എന്ന് പറയുന്നത്. ആ സ്നേഹം എന്തുണ്ടാക്കും? തമ്മിൽ ആത്മീയ വർധനം ഉണ്ടാകും. ഇന്ന് ആത്മീയ വർധനം ഉണ്ടാകാത്തതിന് കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം തർക്കമെന്നുള്ള കാര്യമായി. ഇന്ന്
ഫിലദൽഫിയ ഇല്ല. പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സഭയ്ക്കകത്തില്ല. അതുകൊണ്ട് സഭകൾക്ക് വളർച്ച ആത്മീയമായിട്ട് വളരാതെ സഭ ഇങ്ങനെ മുരടിച്ച് ശോഷിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? വെളിപ്പാടി പറയുന്നത് ശീതവാനാണോ അല്ല, ഉഷ്ണവാനാണോ അല്ല, രണ്ടും പെട്ട പരുവത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ഒപ്പുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ആത്മീയ വർദ്ധനവിന്റെ കാരണമാണ്. അപ്പൊ ഇതെല്ലാം വചനവുമായിട്ടാണ് ബേസ് ചെയ്ത് നിൽക്കുന്നത്. ഇതെല്ലാം വചനമാണ് അതിന്റെ അടിസ്ഥാനപരമായ മാർഗം എന്ന് പറയും. ഇതെല്ലാം നമുക്ക് തരുന്നത് എന്താണ്? വചനത്തിലാണ്. അപ്പൊ വചനത്തിൽ വേരൂന്നുക എന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. അവനിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം, കാരണം ക്രിസ്തു എന്ന് പറയുന്നതിന്റെ വചനമാണുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആദിയിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞു വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അത് പിന്നെ ക്രിസ്തു ആയിരുന്നു, അല്ലെ? അത് ആ വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തു എന്ന് പറയുന്നത്, അല്ലെ? ലോഗോസ് എന്തായി തീർന്നു? ശരീരമായി തീർന്നു. അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ദൗത്യവും ശുശ്രൂഷയും കേവലം നമുക്കറിയാം 33.5 വർഷത്തെ കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം 3.5 കൊല്ലത്തെ മിനിസ്ട്രി. അത് കഴിഞ്ഞ് ആ ശരീരമായി തീർന്ന വചനത്തിന്റെ മിനിസ്ട്രി കഴിഞ്ഞു. ഇന്ന് സാക്ഷാൽ ദൈവമായി, ദൈവത്തോട് ഈക്വാലിറ്റി, ആ തുല്യത നിലനിർത്തിക്കൊണ്ട് ക്രിസ്തു ഒന്ന് സ്വർഗത്തിലായിരിക്കും. ഇന്ന് ഭൂമിയിൽ നമ്മളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വചനമാ ചെയ്യാം. അതോടൊപ്പം ചെയ്യുന്ന മറ്റൊരു ദൈവത്വമുണ്ട്, ഏതാ? പരിശുദ്ധാത്മ. അതൊന്ന് നമ്മളോടുകൂടെ സഭ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നിടം വരെയും തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഇടപെടലും പ്രവൃത്തിയും നമുക്ക് നമ്മോട് കൂടെ പോകണം. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുക പറഞ്ഞില്ലേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതും നിങ്ങൾ അറിയുന്നത്. നമ്മള് ഈ ലോകം വിട്ടുപോകുന്നതിന് വരെ, അല്ലെങ്കിൽ നിത്യതയിൽ ചേരുന്നതിന് വരെ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യും. അതുപോലെ വചനവും നമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നു. ഇതാണ് നമ്മൾ അതിന്റെ തിയോളജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ വചനത്തിൽ എന്ത് ചെയ്യണം? നമ്മള് വേര് ഊന്നാനായിട്ട് സാധിക്കുക. അപ്പൊ പാറസ്ഥലത്ത് വീണ വിത്ത്, അത് ഏറ്റവും വലിയ തെളിവാണത്. പാറസ്ഥലത്ത് വീണ വിത്തിന്റെ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് വേരില്ലായ്മയാൽ എന്ത് ചെയ്യുന്നു? അത് വേഗത്തില് ഉണങ്ങിപ്പോകും. കാരണം എന്താ? വേര് താഴേക്ക് ഇറങ്ങാനായിട്ട് പാറ അനുവദിക്കുകയല്ല. മണ്ണിനകത്ത് മാത്രമേ ഒരു ചെടിയുടെ, ഒരു വിത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ വേര് എപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? റൂട്ട് ഉണ്ടാകത്തുള്ളൂ, ഇറങ്ങത്തുള്ളൂ. അപ്പൊ അത് ആ ഉപമയ്ക്കകത്തും കർത്താവ് വളരെ കട്ടൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ വചനത്തിൽ നമുക്ക് വേരൂന്നാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് വളർച്ചയെ അത് സ്വാധീനിക്കാനുള്ള മാർഗം. അല്ലെങ്കിൽ കിളിർത്തു വരും, പക്ഷെ വേരിനനുസരിച്ച് മാത്രമേ സാഹചര്യങ്ങളെ അതിജീവിച്ച് നിൽക്കാനായിട്ട് എന്ത് ചെയ്യത്തും സാധിക്കും. വിശ്വാസ ജീവിതം, നമ്മൾ ഈ ഉപമയൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റൂ. വെല്ലുവിളികൾ, പ്രവാചക ശൈലിയിൽ പറഞ്ഞാൽ പോരാട്ടങ്ങൾ, പോരുകൾ, ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ഭാഷാ പ്രയോഗത്തിന്. ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം നമുക്ക് ആഴങ്ങളിലേക്ക് വേര് ഇറങ്ങാൻ പറ്റുമോ അതിനനുസരിച്ച് പ്രതിസന്ധി വലുതാകുമ്പോൾ നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ മറിഞ്ഞു പോകും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, ആഴത്തിൽ കുഴിച്ച് പാറയിൽ അടിസ്ഥാനം ഇട്ടപ്പെടുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ, എന്നാൽ കേവലം മണലിന്റെ പുറത്ത് കുഴിക്കാതെ കേവലം ഉപരിതലത്തിൽ വീട് നിർമ്മാണം നടത്തിയൊരു മനുഷ്യൻ. അവിടെ കർത്താവ് പറയുന്നത് വൻ മഴ ചൊരിഞ്ഞു, ഇല്ലേ? നദി പൊന്തി, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റ് അതിന്മേലടിച്ചു, അത് വേഗത്തിൽ നിലം പരിചായി. കാരണം എന്താണെന്നറിയുന്നു? പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിച്ചപ്പോൾ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട്, അടിത്തറ ബലവത്തല്ലാത്തത് കൊണ്ട് വീഴ്ച വളരെ വേഗതയിൽ. അതുപോലെ തന്നെയാണ് ദൈവവചനത്തിനകത്തൊരു വിശ്വാസിക്ക് എത്രത്തോളം വേരൂന്നി നിൽക്കാൻ കഴിയുമോ അതിനനുസരിച്ച് മാത്രമേ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിൽക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ പിന്മാറിപ്പോകുമെന്നാണ് യേശു പറയുന്നത്. വിശ്വാസം ത്യജിച്ചു കളയുമെന്ന് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വചനത്തിൽ വേരൂന്നുക. ദൈവവചനത്തിൽ എത്രത്തോളം നമുക്ക് വേരിറങ്ങാൻ അല്ലെങ്കിൽ വേരൂന്നി നിൽക്കാൻ കഴിയുമോ
അത്രത്തോളം നമ്മുടെ നിലനിൽപ്പ് സുരക്ഷിതത്വമുള്ളതായിട്ട് മാറും. ഞാൻ വിശദീകരണങ്ങൾ കുറയ്ക്കാം. നമുക്ക് നിങ്ങളെല്ലാം ബഹുഭൂരിപക്ഷം കർത്തദാസന്മാരായതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാനും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ചയച്ചു. ഇനി രണ്ടാമത് നമ്മള് വേരൂന്നണം എന്ന് പൗലോസ് പറയുന്നത് എഫേസ്യ ലേഖനത്തിനകത്താണ്. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിലാണ് അത് പൗലോസ് പറയുന്നത്. 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് വാക്യം പറയുന്നത്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാന വെട്ടവരായി എന്ന് പറയുന്നു. അപ്പം ദൈവസ്നേഹത്തിൽ വേര് ഊന്നാനായിട്ട് നമ്മൾ കഴിയും. അതുകൊണ്ട് പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം ഒരു ചാപ്റ്റർ തന്നെ സ്നേഹം വിശദീകരിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കും അല്ലെ. അതിനകത്ത് പറയുന്നൊരു കാര്യമില്ല, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, സീറോയാണ്, പട്ടപൂജ്യമാണ്. അപ്പൊ സ്നേഹം വർദ്ധിക്കുക എന്ന് പറയുന്നത് വേരൂന്നലാണ്. സ്നേഹം കൂടുക എന്ന് പറയുന്നത് അത് സ്നേഹം, നമുക്കറിയാമല്ലോ, സ്നേഹം എന്നുള്ളതാണ് എന്തിന്റെയും കെട്ടുറപ്പും നിലനിൽപ്പും. കുടുംബജീവിതമാണെങ്കിൽ ആലോചിക്കുക, സ്നേഹം നഷ്ടപ്പെട്ടാൽ ആ കുടുംബം തകർന്നില്ല, നിലനിൽപ്പുണ്ടോ? ഇല്ല. ക്രിസ്തീയ ജീവിതമാണെങ്കിലും സ്നേഹമല്ലേ പ്രധാനം. നമുക്കറിയാം യോഹന്നാന്റെ ലേഖനം സ്നേഹത്തിന്റെ ലേഖനമാണ് അല്ലെ. അപ്പോസ്തലന്റെ പേര്, അപ്പോസ്തലൻ തന്നെ സ്നേഹത്തിന്റെ അപ്പോസ്തലന്റെ പേരിൽ അറിയപ്പെടും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമുക്ക് ആ അധ്യായങ്ങളിൽ വായിച്ചാൽ അറിയാം. കർത്താവ് ആദ്യം മുതൽ പറഞ്ഞതും സ്നേഹത്തെക്കുറിച്ച്, അവസാനം പറഞ്ഞതും സ്നേഹത്തെക്കുറിച്ചാണ്. ശിഷ്യന്മാരെ പിരിയുമ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയണം. നിങ്ങളുടെ സ്നേഹത്തിലൂടെയാണ് നിങ്ങൾ ആരാണെന്ന് അറിയേണ്ടത്. അപ്പം സ്നേഹത്തിൽ വേര് ഊന്നാനായിട്ട്, ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് ഒരു വലിയ പ്രാധാന്യതയേറിയ കാര്യം. അതിന്റെ 18-ാമത്തെ വാക്യം കൊണ്ട് നമ്മൾ ചേർത്ത് വായിച്ചാല് വീതി, അതാ സ്നേഹത്തിന്റെയാണ്. വീതി, നീളം, ഉയരം, ആഴം എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. അപ്പൊ സ്നേഹത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നതിന്റെ ആഴം നമുക്ക് വർണ്ണിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞത് ഇന്നത് തൊട്ട് ഇന്നതം വരെയാണെന്ന് നമുക്ക് പറയും, വിശദീകരിക്കാൻ പറ്റും. ഒരിക്കലും ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിലെ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കി മാറ്റിയാൽ, ആ മഷി ഉപയോഗിച്ച് പേന കൊണ്ട് എഴുതി തീർത്താൽ പോലും ദൈവസ്നേഹത്തിന്റെ ആഴം പൂർണ്ണമായിട്ട് ഒരാൾക്ക് വിശദീകരിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് അനന്തമാണ്, അത്രയ്ക്ക് ആഴമാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന്. ആ സ്നേഹമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം എന്ത് ചെയ്യണം? ആ സ്നേഹം ഉള്ളവരാകണം. ആ സ്നേഹത്തിൽ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നമുക്ക് വളരാൻ കഴിയണം. ആ സ്നേഹത്തിൽ നമ്മുടെ സുരക്ഷിതത്വം നിൽക്കുകയാണ്. ആ സ്നേഹത്തിൽ നമുക്ക് വേര് ഊന്നി നിൽക്കാനായിട്ട് സാധിക്കണം. അതൊക്കെയാണ് എന്താണ് വളർച്ചയുടെ നിധാനം, വളർച്ചയുടെ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പാറസ്ഥലത്ത് വീണ വിത്ത് വേഗത്തിൽ നശിച്ചു പോകാനോ അത് ഫലമില്ലാതായി തീരാനോ ഉള്ള കാരണം അതിന് എന്തില്ല? റൂട്ടില്ല, വേരില്ലായ്മ. അപ്പൊ ഏതൊക്കെ മേഖലകളിൽ വേര് ഇറങ്ങണമോ, വേര് ഊന്നണമോ, അവിടെയെല്ലാം നമുക്ക് വേരിറങ്ങാൻ പറ്റിയെങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം. ഞാൻ പോയിന്റ് നിർത്താം. അപ്പം ഈ കൂട്ടരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവർക്ക് വേരില്ല എന്നുള്ളതാണ്. താൽക്കാലിക ഭൗതിക വിഷയങ്ങളില് ശ്രദ്ധ ഊന്നിയിരിക്കുന്നതിനാല് വേര് മുളപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. കാരണം ഇവരുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ മൊത്തം എന്താണ്? താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. രോഗിയാണെങ്കിൽ രോഗസൗഖ്യം മതി, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവനാണെങ്കിൽ കടഭാരം മാറിയാൽ മതി, മാനസിക സംഘർഷം അനുഭവിക്കുന്നവനാണെങ്കിൽ മനസ്സുഖം കിട്ടിയാൽ മതി, പാപഭാരം വഹിക്കുന്നവനാണെങ്കിൽ പാപത്തിന്റെ കുറ്റബോധം നീങ്ങി കിട്ടിയാൽ മതി.
ഉപജീവന മാർഗം ഇല്ലാത്തവനാണെങ്കിൽ അവന് ഉപജീവന മാർഗം ഉണ്ടായാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവരുടെ പൂർണ്ണ ശ്രദ്ധ. അതുകൊണ്ട് ഇവർക്ക് ആഴങ്ങളിലേക്ക് വേറെ ഇറങ്ങി പോകാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കഴിയുന്നില്ല. അവരുടെ ശ്രദ്ധ മറ്റൊരു ദിശയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം ഇവർക്ക് വേരിറങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് വളരാനും എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. കിളിർത്തു വരും, പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. ഈ പാറസ്ഥലത്ത് വീണ വിത്തിന്റെ വിശദീകരണം കർത്താവ് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാറമേലുള്ളവർ. ഒന്ന് രണ്ട് വാക്ക് അതുകൂടെ പറഞ്ഞേച്ച് മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. പാറമേലുള്ളവർ, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണത് പറയുന്നത്. 8-13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ പാറമേലുള്ളവരോ എന്നാണ് ലൂക്കോസ് പറയുന്നത്. താൽക്കാലിക സന്തോഷത്തിന് അടിമപ്പെട്ട് പെട്ടെന്ന് വചനം സ്വീകരിക്കുന്നവരെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അവർക്ക് അത് അനുഭവമാക്കുവാൻ കഴിയാതിരിക്കുകയും, വചനം സ്വീകരിക്കുന്നവരെങ്കിലും പ്രായോഗിക എന്നുള്ള പ്രാക്ടിക്കൽ ലൈഫിൽ ആ സ്വീകരിച്ച വചനം അവർക്ക് അനുഭവമാക്കുവാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. കാരണം അവരുടെ ആഗ്രഹവും അവരുടെ ലക്ഷ്യവും എന്താണ്? ആ താൽക്കാലിക കാര്യത്തിന്റെ പരിഹാരം. അത് മാത്രമേ ഉള്ളൂ അവരുടെ ഉദ്ദേശം. നിത്യത ഒരിക്കലും അത് അവരുടെ ഉദ്ദേശത്തിൽ വരുന്ന ഭാഗമല്ല. താൽക്കാലികമായി അപ്പം അവരനുഭവിക്കുന്ന ആ സിറ്റുവേഷൻ, അന്നേരത്തെ പ്രശ്നം എന്താണ്? അന്നേരം എന്ത് വേണം? പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർ വചനം സ്വീകരിക്കുന്നത്. അവർക്ക് സ്വീകരിച്ച വചനം പ്രായോഗിക തലത്തിൽ നമുക്കറിയാം ഒരു വ്യക്തി ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, അതിലേക്കാട്ടിലും പ്രാധാന്യത വന്നതിന് ശേഷമുള്ള ജീവിതത്തിന്, അല്ലെ? അത് പ്രാക്ടിക്കൽ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രായോഗിക ജീവിതത്തെ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്ന ഇടം നിശ്ചയിക്കുന്നത്. അല്ലാതെ വിശ്വസിച്ച സമയമോ രക്ഷിക്കപ്പെട്ട സമയമോ രക്ഷിക്കപ്പെട്ട ആ ദിവസത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ നിത്യതയെ കണക്കാക്കാനായിട്ട് ഉപയോഗിക്കും. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എത്ര നാള് പ്രാക്ടിക്കൽ ലൈഫ് ഇവിടെ ജീവിച്ചു, ആ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആണ് ദൈവം കർത്താവ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, നോക്കുന്നതും കണക്കിടുന്നതും. താൽക്കാലികമായ സന്തോഷത്തിനൊക്കെ അടിമപ്പെട്ടിട്ട് സ്വീകരിക്കും, പക്ഷെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇതിനെയൊന്നും പ്രാക്ടിക്കൽ ആക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. കാരണം പ്രായോഗിക ജീവിതം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വേര് വേണം. പാറസ്ഥലത്തല്ല, വേരില്ലല്ലോ. വേരില്ലാത്തടത്തോളം കാലം ഒരിക്കലും പ്രാക്ടിക്കൽ ലൈഫ് അസാധ്യമാണ്. വളരണമെങ്കിൽ ഒന്ന് പച്ച പിടിക്കണമെന്ന് വേറെ ഇറങ്ങണ്ടേ? പ്രായോഗിക ജീവിതം എന്താണ്? ഇമ്പോസിബിൾ ആണ്. അതാണ് അവർ പിന്മാറിപ്പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പൊ അത് അനുഭവമാക്കുവാനായിട്ട് കഴിയാതിരിക്കുന്നവരാണ് പാറമേൽ അല്ലെങ്കിൽ പാറമേൽ ഉള്ളവർ. ഇങ്ങനെയുള്ളവർക്ക് വചനം നിമിത്തം സംഭവിക്കാൻ ഇടയുള്ള പരീക്ഷകളിൽ നിലനിൽക്കാൻ സാധിക്കാതെ വരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. പരീക്ഷ നേരിടുമ്പോൾ അവർക്ക് നിലനിൽക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. 3 വിധത്തിലുള്ള പരീക്ഷകൾ വചനം നിമിത്തം ഉണ്ടാകുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. 3 നിലവാരത്തിൽ അല്ലെങ്കിൽ 3 നിലയിലുള്ള പരീക്ഷയാണ് ഏതൊരു വിശ്വാസിയും വചനം നിമിത്തം ഫേസ് ചെയ്യേണ്ടത്. ഒന്ന്, അതിന്റെ മേഖല ഞാൻ പറയാം. ഒന്ന്, മനുഷ്യന്റെ ദേഹം. നമ്മുടെ ദേഹം ഒരു പരീക്ഷയുടെ മണ്ഡലമാണ്, തലമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഉപദ്രവം എന്നാണ് കർത്താവ് പറയുന്നത്. ഉപദ്രവം പിന്നിൽ പോകുന്നു, അല്ലെ? ഒരു സുവിശേഷം ഉപദ്രവം എന്ന് പറയാം. അപ്പൊ ദേഹത്തിലാണ് ഉപദ്രവം ഉണ്ടാകും, ശരീരത്തിലാണ് ഉപദ്രവം ഉണ്ടാകും.
അല്ല, ഇപ്പൊ നമ്മളെ ഒരാൾ മർദ്ദിക്കുന്നത് നമ്മുടെ ശരീരത്തിലോ ദേഹത്തിലല്ലേ? അപ്പൊ ചില ഉപദ്രവങ്ങൾ എന്ന് പറയുന്നതും എന്താണ്? ഒരു പരീക്ഷയുടെ ഭാഗമാണ്. ശാരീരിക പീഡ ചിലത് പരീക്ഷയുടെ ഭാഗമാണ്. അപ്പൊ ഈ വേരില്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഒരു ഉപദ്രവം കിട്ടിയ അന്നേരം ഈ മാർഗം വേണ്ടെന്ന്. എന്നാൽ ഉപദ്രവങ്ങൾ സഹിച്ച് ഒന്നല്ല മാറി മാറി ദീർഘവർഷങ്ങൾ ശാരീരിക ഉപദ്രവവും ക്രിസ്തു നിമിത്തം സഹിച്ചിട്ട് അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ക്ഷമയോടെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട എത്രയോ വിശുദ്ധന്മാരുണ്ടല്ലോ. കാരണം അവർക്കൊക്കെ പാറസ്ഥലത്തെ അനുഭവമല്ല, നല്ല നിലത്ത് വീണ വിത്തിനനുസരിച്ച് അവര് വളർന്നു. അവർക്ക് ആഴത്തിലേക്ക് വേരിറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, വചനത്തിൽ വേരൂന്നാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് ദൈവസ്നേഹത്തിൽ വേരൂന്നാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ വേരൂന്നി നിൽക്കുന്നത് കൊണ്ട് അവരെ ഒരു ഉപദ്രവത്തിനും വേർതിരിപ്പാൻ പറ്റത്തില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഉപദ്രവം ദേഹം എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഉണ്ടായാൽ ഇവരെന്ത് ചെയ്തു പോകും? പിന്മാറി. ഇനി രണ്ടാമത്തെ പരീക്ഷയുടെ തലം, മേഖല, മണ്ഡലം എന്ന് പറയുന്നത് ദേഹിയാണ്. ദേഹി നമുക്ക് ദേഹം, ദേഹി ആത്മാവാണല്ലോ, ട്രൈകോട്ടമിയാണല്ലോ മനുഷ്യൻ. അപ്പൊ ദേഹിയാണ് രണ്ടാമത്തെ തലം. പരീക്ഷ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ മേഖല ദേഹിയാണ്. അതിനെ ഇവിടെ കർത്താവ് പറയുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തി പീഡ എന്ന, ഉപദ്രവമോ പീഡയോ എന്നാ പറയുന്നത്. പീഡ, അത് പ്രത്യേകിച്ച് ഈ പീഡ എന്ന് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ശാരീരിക ഉപദ്രവം എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, മാനസിക ഉപദ്രവം എന്ന് പറയത്തില്ല, മാനസിക പീഡ എന്ന് പറയും. ശരീരത്തെ, ജഡത്തെ ഉപദ്രവിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ശരീരത്തെ ഉപദ്രവിച്ചു എന്നേ പറയത്തുള്ളൂ, അല്ലെ? പീഡ എന്ന് പലപ്പോഴും പറയുന്നത് മനസ്സിനെ ഉപദ്രവിക്കുന്നതാണ്, മാനസിക പീഡ. ഞാൻ വളരെയധികം മാനസിക പീഡയിലൂടെ കടന്നുപോയി, ഞാൻ വളരെ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി. ആ വ്യക്തി എന്നെ മാനസികമായിട്ട് വളരെ പീഡിപ്പിച്ചു എന്നതാണ്. ഇപ്പൊ നമുക്ക് സിനിമാ ലോകത്തിന്റെ വാർത്ത എപ്പോഴും കേൾക്കുന്നത് പീഡയെ കുറിച്ചാണ്. അതിനകത്ത് മെന്റലി ടോർച്ചറിങ്, ഫിസിക്കലി ടോർച്ചറിങ്, അല്ലെ? ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വാർത്തകൾ. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇതൊക്കെ വാർത്ത കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ദേഹി എന്ന് പറയുന്നത് മെന്റലിയാണ്, മാനസികമായിട്ട് അനുഭവിക്കുന്ന പീഡ, സംഘർഷമാണ്. ഇത് ദേഹിക്ക് വരുമ്പോ അല്ലെങ്കിൽ പ്രാണനിൽ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർക്ക് വേരില്ലല്ലോ, ഇവര് പിന്മാറി. ഇവര് ഈ ക്രിസ്തീയ ജീവിതം വേണ്ടെന്ന് നോക്കും. ഇനി മൂന്നാമത്തതാണല്ലോ ആത്മാവ്, സ്പിരിച്വൽ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയും. ആത്മാവ് ഉണ്ടാകുന്ന പീഡയെ കുറിച്ച് ഇവിടെ കർത്താവ് പറഞ്ഞത് ഞെരുക്കം എന്നാ പറയാം. ഞെരുക്കം. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവൻ ആത്മാവിൽ ഞെരുങ്ങി അല്ലെങ്കിൽ ഞെരങ്ങി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ല. അതൊക്കെ ഈ നമ്മുടെ സ്പിരിറ്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഈ ഞെരുക്കം എന്ന് പറയുന്നത്. ആത്മാവിൽ ഞെരങ്ങി, ആത്മാവ് ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എഫേസ്യരിൽ എഴുതി വായിക്കുന്നുണ്ട്, അല്ലേ? ഭൂമിയുടെ വീണ്ടെടുപ്പ് സംബന്ധിച്ച കാര്യത്തെ കുറിച്ച് അത് എപ്പോ സംഭവിക്കുമെന്നുള്ള ആ കാംക്ഷയോടും ആകാംക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ സ്പിരിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ. അപ്പൊ അത് ആത്മാവിന്റെ മേഖലയാണ് ഈ ഞെരുക്കം എന്ന് പറയുന്നത്. അപ്പൊ യേശു പറഞ്ഞ തലം നിങ്ങൾ ചിന്തിച്ചൊക്കെ നമ്മള് വായിച്ച വാക്യങ്ങളാണ്. മത്തായിയും മർക്കോസും ലൂക്കോസും എഴുതുമ്പോൾ 3 കാര്യങ്ങളാണ് പാറമേൽ വീണ വിത്തിന്റെ വളർച്ച അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മോശമായി വരാനുള്ള കാരണം. 1 എന്താണ്? ഉപദ്രവമാണ്, അത് ശരീരത്തിനാണ്. 2 പീഡയാണ്, അത് മനസ്സിനാണ്. 3 ഞെരുക്കമാണ്, അത് ആത്മാവിനാണ്. കണ്ടോ? അപ്പം ഈ 3 തലങ്ങളെയും ഇത് ബാധിക്കുമ്പോൾ നേരില്ലായ്മ, ഒട്ടും നിലനിൽക്കാനുള്ള സാഹചര്യം എന്ത് ചെയ്യത്തില്ല, സൃഷ്ടിക്കുക. മാനസിക ഞെരുക്കം ഉണ്ടായിട്ട് എത്രയോ ഭക്തന്മാരും മരണം ആഗ്രഹിച്ചവരുണ്ട്. പഴയ നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് പേരുടെ ഉദാഹരണമുണ്ട്, അല്ലെ? യോസഫ് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ യാക്കോബ് എന്താ പറയുന്നത്? എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ
പാതാളത്തിലേക്ക് എന്ത് ചെയ്യും? അത് സത്യത്തിൽ എന്താ ആ ഫീല്? അത് തന്റെ സ്പിരിറ്റിൽ ഉണ്ടാകുന്ന തന്റെ മകന്റെ വേർപാടിന്റെ ആ പ്രതിസന്ധി, ആ ഭാരം അത്രയ്ക്ക് മാനസികമായും ശാരീരികമായും തന്റെ ആത്മാവിനെയും അത് അതത്ര കണ്ട് ഞെരിക്കുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുക. അല്ലെ, പാതാളത്തിലേക്ക് അങ്ങ് പോയാൽ മതി നീന്തിക്കുക. ദുഃഖമെന്നോട് എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ. ശക്തനായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച പ്രവാചകൻ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ഭീഷണി മുഴക്കി, അല്ലെ, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറയുന്നത്? മതിതയ, ഞാൻ വലിയ പിതാക്കന്മാരെക്കാട്ടിലും പുണ്യനോ ശ്രേഷ്ഠനോ യോഗ്യനോ ആത്മീയനോ, നമ്മുടെ ഭാഷയെ പറഞ്ഞു, ആത്മീയനോ ഒന്നുമല്ല. അപ്പൊ പുള്ളി എന്താ ആഗ്രഹിക്കുക? മരണം ആഗ്രഹിക്കുക. എന്താണ് ആ വാക്ക് തന്നെ വളരെയധികം ഞെരുക്കി, തന്റെ സ്പിരിറ്റിൽ താൻ വളരെയധികം ഞെരുക്ക് അനുഭവിക്കുക. അപ്പം ഭക്തന്മാര് പോലും ആ സമയത്ത് എന്താണ്, മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചു പോവുക. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ ഒരു തോന്നൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല, അല്ലെ? ചില പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ട എന്ന് തോന്നൽ ഉണ്ടാകുന്നത് ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോഴാണ്. മിനിസ്ട്രി ഒരു സഭാതലത്തിലൊരു പ്രശ്നം വന്ന് നമ്മൾ മരിക്കാനൊന്നും ആഗ്രഹിക്കുന്നു. ഇന്നലെ അടുത്ത സഭയിലോട്ട് പോകണം. കുടുംബത്തിൽ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? ഇത് കളഞ്ഞ വേറെ ഒന്നിനെ കെട്ടാൻ പറ്റത്തില്ല. ഒരു സഭയിലെ പ്രശ്നമാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫർ കൊണ്ടത് പരിഹരിക്കാം, അല്ലെ? പക്ഷെ കുടുംബജീവിതത്തിന്റെ പ്രശ്നമാണെങ്കിൽ തല്ലിക്കൊല്ലാൻ പറ്റുമോ? അതും പറ്റത്തില്ല. വേറെ ഒന്നിനെ എടുക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അല്ല, ഇനി രണ്ട് വിവാഹമോചനം പറ്റുമോ? അത് അത്രയും പോലും പറ്റുകയില്ല. അതോടുകൂടെ ശുശ്രൂഷ എല്ലാം കൂട്ടിക്കെട്ടുകയല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കി, ആ ഞെരുക്കം നമ്മളെ വളരെയധികം ഞെരുങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു, കർത്താവേ അത് മരിച്ചാൽ മതിയായി, ജീവിക്കട്ടെ, ഇങ്ങനെ ശുശ്രൂഷിക്കട്ടെ, അല്ലേ, ഇങ്ങനെ തന്നെ ജീവിക്കും. അങ്ങനെ നമ്മളൊക്കെ ഭക്തന്മാരാണെങ്കിൽ പോലും നമ്മളും ആഗ്രഹിച്ചു പോകും, അത് മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു. അപ്പൊ ഈ സംഘർഷം ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മാവിനെ ബാധിക്കുമ്പോൾ ആ മരണം ആഗ്രഹിക്കുന്നത്. ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നവും നമ്മൾ ചാകാനൊന്നും ആഗ്രഹിക്കും. ശരീരം അതിനെയൊക്കെ അതിജീവിക്കാൻ ശരീരം പലപ്പോഴും. പക്ഷെ ആത്മാവിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, ആത്മാവിലുണ്ടാകുന്ന ഞെരുക്കം പലപ്പോഴും ഇനി ജീവിക്കണ്ട എന്നൊരു തോന്നൽ എന്ത് ചെയ്യും ഉണ്ടാകും. അതുകൊണ്ടാണ് ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആളുകളെ ബാധിക്കുന്നതും എന്താണ്? ആത്മാവിനെയല്ലേ. മരണം എന്ന് പറയുമ്പോൾ അവനവന്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയല്ലേ. നമുക്കത് നഷ്ടപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ അനുഭവിച്ചും സഹിച്ചും, അല്ലെ, ഒക്കെ ജീവിച്ചു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് കാരണം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ. അതാണ് 3 തലം വളരെ പ്രത്യേകത. നമ്മൾ ഈ യേശുവിന്റെ പരീക്ഷ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. ഈ 3 മണ്ഡലത്തിലാണ് യേശുവിന്റെ പരീക്ഷ. 3 ചോദ്യവും 3 മണ്ഡലത്തെ ബേസ് ചെയ്തുകൊണ്ട്. നീ ദൈവോത്തരനാണെങ്കിൽ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഒന്നാമത്തെ മണ്ഡലം എന്താണ്? ദേഹമാണ്. വിശപ്പ് ദേഹത്തിന്, ആത്മാവിന്റെ വിശപ്പല്ല ഇവിടുത്തെ വിഷയം. കല്ല് നീ അപ്പമാക്കുക, നിന്റെ ശരീരത്തിന്റെ, നിന്റെ ദേഹത്തിന്റെ, നിന്റെ സ്റ്റമക്കിന്റെ പ്രോബ്ലം പരിഹരിക്കുക. അതാണ് ഒന്നാമത്തെ തലം പരീക്ഷ. രണ്ടാമത് എന്താണ്? നീ എന്നെ ഒന്ന് വീണ് എന്ത് ചെയ്താൽ മതി. അല്ലെ, അത് 2ആണോ അതോ 3ആണോ? രണ്ടാമത്തെ തലം എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് നിങ്ങളെ വാക്യം ഒന്ന് എടുത്തു നോക്കി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. 4-ാം അധ്യായത്തിലെ ഭാഗം ഞാൻ എടുത്തു വരുമ്പോഴത്തേന് സമയം കളയണമെന്ന് കരുതി. ഓക്കെ, ഞാൻ വായിക്കാം. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. രണ്ടാമതാണോ? രണ്ടാമത്തെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ തലത്തിന്റെ പരീക്ഷ ശ്രദ്ധിച്ചു നോക്കിയേ. താഴോട്ട് ചാടുക എന്ന് പറഞ്ഞപ്പോ നീ ദൈവപുത്രനെങ്കിൽ എന്ത് ചെയ്യുക? താഴോട്ട് ചാടുക. ഇനി 3-ാമത്തെ തലം എന്താണ്? 3-ാമത്തെ പരീക്ഷ എന്താണ്? എന്നെ വീണ് നമസ്കരിക്കുക. ആരാധന ആത്മാവ് സംബന്ധിച്ച, സ്പിരിറ്റ് എപ്പോഴും സ്പിരിച്വലുമായിട്ടുള്ള ബന്ധം. അപ്പൊ നീ എന്നെ വീണ്ടും നമസ്കരിക്കുക എന്ന് പറഞ്ഞത് ആത്മാവ് സംബന്ധിച്ച മണ്ഡലമാണ്. താഴോട്ട് ചാടുക എന്ന് പറഞ്ഞത് ദേഹി സംബന്ധിച്ച പ്രശ്നമാണ്.
ദേഹമല്ല, ദേഹി അല്ലെങ്കിൽ പ്രാണൻ. അപ്പൊ ഈ 3 മണ്ഡലത്തിലുമാണ് പിശാച് യേശുവിനെ പരീക്ഷിച്ചത്. ഈ 3 മണ്ഡലത്തിന്റെ പരീക്ഷയിൽ യേശു വിജയിച്ചു. വചനം ഉപയോഗിച്ചാണ് തരണം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും കർത്താവ് പറഞ്ഞത്. പാറസ്ഥലത്ത് വീണ വിത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 3 തലത്തിലും, ഏതാ, ദേഹത്തിലും, ദേഹിയിലും, ആത്മാവിലും പരീക്ഷ അനുഭവിക്കുമ്പോൾ, നേരിടുമ്പോൾ എന്ത് ചെയ്യും? വേരില്ലായ്മ കൊണ്ട് പിന്മാറി. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കും. അപ്പൊ പാറമേലുള്ളവർക്ക് ഈ മണ്ഡലങ്ങളിൽ, ഈ 3 മണ്ഡലങ്ങളിൽ, ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 മണ്ഡലങ്ങളിൽ പരീക്ഷകളെ അതിജീവിക്കാൻ കഴിയില്ല. കാരണം ഈ കൂട്ടർക്ക് അതിന് തക്ക ദൈവിക സമ്പർക്കമോ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസമോ വചനത്തിലുള്ള അറിവോ ഇല്ലാത്തതിനാൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുകയും ആത്മീകമായിട്ട് താളടിയായി പോവുകയും ചെയ്യും. അതാണ് പാറസ്ഥലത്ത് വീണ വിത്ത്. അപ്പൊ പാറമേലുള്ളവരുടെ കാര്യം മനസ്സിലായല്ലോ. ഇതാണ് പാറമേലുള്ളവർ എന്ന് കർത്താവ്. ഇനി 2 അതോടെ പറഞ്ഞ് ഞാൻ നിർത്തി. 4 ലൈനേ ഉള്ളൂ. പാറയിൽ വീണ വിത്ത്. പാറമേൽ വീണതാണെങ്കിലും മറ്റേ വിത്തിനെ പോലെ തന്നെ ഇതും എന്ത് ചെയ്തു? കിളുത്തു. അത് മുളപൊട്ടി. പക്ഷേ താൽക്കാലികമായിരുന്നു അതിന്റെ വളർച്ച. നീണ്ടു നിൽക്കുന്ന ഒരു വളർച്ച നടക്കത്തില്ല. വളർന്ന് ഫലം കൊടുക്കാനും പറ്റത്തില്ല. വചനം കേട്ട് സന്തോഷിക്കുന്നതോ താൽക്കാലികമായി പ്രാപിക്കുന്ന വിടുതലോ അല്ല പ്രധാനം. ദൈവവചനത്തിലെ ഉപദേശം പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാക്കി അതിൽ നിലനിൽക്കുമ്പോഴാണ് ഫലം കൊടുക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് എത്താനായിട്ട് സാധിക്കും. പാറസ്ഥലത്ത് വീണ വ്യക്തിന് അതിന് കഴിയില്ല. വചനം കേട്ട് സന്തോഷത്തോടെ പെട്ടെന്ന് സ്വീകരിച്ചു, വേരില്ലായ്മ കൊണ്ട് ഉണങ്ങിപ്പോയി പോകും. 3 തലങ്ങളിൽ പരീക്ഷ വരുമ്പോൾ എന്താണ്? വേരില്ലാത്തതുകൊണ്ട് നിലനിൽക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ദിവസവും നമ്മൾ ഈ തലങ്ങളിലൊക്കെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പരീക്ഷ നേരിടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് എത്രത്തോളം വേരുണ്ട് എന്ന് ഞാൻ തെളിയിക്കുകയാണ് എന്റെ പരീക്ഷയിൽ. ഞാൻ ഉറപ്പുള്ളവനാണ്, നിലനിൽപ്പുള്ളവനാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ഓരോ ഘട്ടങ്ങളിൽ. അതുകൊണ്ടാ യാക്കോബ് പറഞ്ഞു, പരീക്ഷ നേരിടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത പദം, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞു ചേരും. കണ്ടോ? അപ്പൊ പരീക്ഷ എപ്പോഴും നമ്മൾ കൊള്ളാവുന്നവനാണോ കൊള്ളരുതാത്തവനാണോ എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന സ്റ്റേജാണ്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പാറസ്ഥലത്ത് വീണ വിത്തിന്റെ ഉപമയുടെ സാരാംശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3ാമത്തെ തലം നമുക്ക് പഠിക്കാം. വിത്ത് മുള്ളിനിടയിൽ വീണു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് ധ്യാനിക്കാൻ, പഠിക്കാൻ. കർത്താവ് നമ്മെ, ഞാൻ 1 മിനിറ്റ് മുമ്പേ നിർത്തുക, കാരണം ആ പോയിന്റ് ഇനി തുടങ്ങി വെച്ചാൽ വിശദീകരിക്കാൻ സമയം കിട്ടാം. ഓക്കെ, കർത്താവ് സഹായിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് വേണമെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് ആണല്ലോ, പ്രസംഗം കേൾക്കുകയല്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറയുന്നതിനും മടിയൊന്നുമില്ല. അറിയാവുന്ന കാര്യം പറയാം, അറിയാത്ത കാര്യം പഠിച്ചേച്ച് പറയും. അങ്ങനെയാണ് രീതി. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് പ്രയാസമൊന്നും എനിക്കില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ദൈവത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ധ്യാസമയം കർത്താവിൻ്റെ ദാസൻ മുഖാന്തരം നമ്മൾ കേൾപ്പിച്ച നല്ല ഉപമകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. നമുക്ക് കേൾപ്പിച്ച പോലെ പാറമേൽ വീണ വിത്തുകൾ, അത് വളരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, മാത്രമല്ല ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, അത് ആത്മാവിലാകട്ടെ, ദേഹിയിലാകട്ടെ, ദേഹത്തിലാകട്ടെ, അതിന്മാർക്ക് വേരില്ലാത്തതുകൊണ്ട് അത് വേഗത്തിൽ ഉണങ്ങിപ്പോകുന്ന അനുഭവം കാണാൻ സാധിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു വിഷയം തന്നെയാണ്, പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഈ നാളുകൾ നമ്മുടെ മേഖലയിൽ
പ്രവർത്തന മേഖലയെ നമ്മുടെ സഭകളിൽ ദൈവമക്കൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി അത് യഥാർത്ഥമായി അത് വചനത്തിൽ വേരൂന്നി നിൽക്കുന്ന അനുഭവം ദൈവാത്മാവ് അവർക്ക് കൊടുക്കുവാൻ, ദേശത്തിലെ ജീവിതങ്ങൾക്ക് കർത്താവ് അങ്ങനെ ഒരു അനുഭവം കൊടുക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വതാ ഒരു അവസ്ഥ, അത് ദൈവസ്നേഹം, ഫിലദൽഫിയയിലെ സഹോദര സ്നേഹം പങ്കുവെക്കുന്ന അനുഭവങ്ങൾ സ്തോത്രം നമുക്കുണ്ടാകുവാൻ, നമ്മുടെ സഭകളുണ്ടാകുവാൻ, ആത്മീയ വർധന നമുക്കുണ്ടാകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ പ്രവൃത്തി വീണ്ടും കർത്തദാസനെ കർത്താവ് ഉപയോഗിപ്പാൻ, നമ്മുടെ പ്ലസ് മീഡിയ പ്രവർത്തനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുവാനും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തദാസൻ ജോസ് പാസ്റ്റർ ലൈനിലുണ്ടോ? ഇല്ല. എന്നാൽ രാജൻ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി അടികൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് അവിടുത്തെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ, ആ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ച എല്ലാ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ചേർന്ന് പാറമേൽ വീണ വിത്തിനെ കുറിച്ചും പേരിനെ കുറിച്ചൊക്കെയും ദൈവദാസന കാര്യമായി സംസാരിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചുവല്ലോ. ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയിൽ ദൈവകൃപ അധികമായി പകരുമാറാളുകളെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ പാറമേൽ വീണ വിത്തിനെ കുറിച്ച് അധികമായി സംസാരിച്ചുവല്ലോ. പാറമേൽ വീണ വിത്തിന് പേര് ഇല്ലാത്തതിനാൽ അത് വേഗത്തിൽ ഉണങ്ങിപ്പോലെ അതിന് 3 തലങ്ങളെ കുറിച്ചും ആത്മാവ്, ജഡം, ദേഹി എന്നതിൽ കൂടെ വരുന്ന പരീക്ഷകളും പ്രയാസങ്ങളും കൂടെ കടന്നു വരുമ്പോൾ തളർന്നു പോകുന്ന അവസ്ഥകളും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകളെ, പിന്മാറിപ്പോകുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ ദൈവദാസൻ പറയുവാനിടയായി തീർന്നല്ലോ. ദൈവങ്ങളെ തലങ്ങളിലെല്ലാം നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ, അതിൽ വചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ ശക്തിയും പകർന്നു തന്ന് അടികളെ ഓരോ ദിവസവും നടത്തേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദുഷ്ടൻ ഒരു കാരണവശാലും ആരെയും വശീകരിച്ച് കളയുവാൻ ഇടയാകാതെ വണ്ണം ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് അതിൽ വേരൂന്നി വളരുന്ന അനുഭവം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവകരങ്ങൾ അതിന്റെ സഹായകമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും കൃപയാലും നടത്തി, കൃപാവരങ്ങളാൽ നിറച്ച് ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവടികളെ പിന്നെയും ബലപ്പെടുത്തി വിശദീകരിക്കുകയും ചെയ്താട്ട് വചനം സംസാരിച്ച ദൈവദാസനെയും കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷ മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ യാത്ര ചെയ്ത് തക്ക സമയത്ത് ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. മടക്കയാത്രയിലൊക്കെ കൂടെ ഇരിക്കണം. എവിടെയായിരുന്നാലും പോകുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ തക്കവണ്ണം, ശുശ്രൂഷ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ അവിടെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്ത ദൈവദാസനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ ശുശ്രൂഷ മണ്ഡലം കൂട്ടായ്മകളെ കർത്താവ് അനുഗ്രഹിക്കണം. അധികമതമായി ശുശ്രൂഷിപ്പാൻ പിന്നെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ലീഡ് ചെയ്ത ദൈവദാസനായി സ്തോത്രം കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച ഓരോ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഇനി ഇതിലേക്ക് അനേക പുതിയ ദൈവദാസന്മാർ പ്രവേശിക്കത്തക്ക കർത്താവിന് ശരണപ്പെടുകയാണ്. കർത്താവ് സഹായിക്കുക. ഇതെല്ലാറ്റിലുപരിയായി കർത്താവെ അവിടുത്തെ വരവിന്റെ അടയാളങ്ങൾ, ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടികൾ ഇന്ന് കേൾപ്പിച്ചതുപോലെ വചനത്തിൽ ആശ്രയിച്ച് വചനത്തിൽ വേരൂന്നി ശക്തിയോടെ മുന്നേറുവാൻ, ശത്രുവിനോട് പോരാടി ജയിപ്പാൻ വചനം കൊണ്ടാണല്ലോ കർത്താവെ അവിടുന്ന് പിശാചിനെ നേരിട്ടതുപോലെ അടികൾ അതിന് നേരിട്ട് ജയിപ്പാൻ തക്കപ്പെടും. ഉയരത്തിലെ അത്യന്ത ശക്തിയാലും വചനത്താലും അടിയങ്ങളെ നിറച്ചവിടുന്ന് കാത്തുകൊള്ളണമെന്നോട് വിജയും പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ടെ. ഈ രാത്രിയിൽ അടികളെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കരങ്ങൾ തരുന്നു. കൃപകൾ മറിച്ചാൽ തുടർന്നും കർത്താവിടേക്കുള്ള പ്രവർത്തനങ്ങളെ, കൂട്ടായ്മകളെ, ഈ ശുശ്രൂഷകളെ എല്ലാം അനുഗ്രഹിച്ചു തരുമാറാകണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ വിടിവിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. ഓരോ ദിവസം കേൾക്കുന്ന വചനത്തിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ടും ബലം പ്രാപിക്കുന്നതിനാലും കർത്താവ് ചെയ്യുന്നതിനാലും നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും.
സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അടക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. എല്ലാവരെയും കർത്താവ് നാളെ അനുഗ്രഹിക്കട്ടെ. രാജൻ പാസ്വാന്റെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. എല്ലാവരും പോയി, നമ്മൾ മാത്രം അവശേഷിച്ച്. എല്ലാരും തിരക്കുള്ള പണ്ട് പറയാ ഇരുമ്പ് പഴുകുമ്പോ കൊല്ലനും കൊല്ലത്തെയും കാണത്തുള്ളൂ. ആയിക്കോട്ടെ. സുഖായിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ അവിടെ? ചാറ്റമഴ വല്ലപ്പോഴും ഒന്ന് രാവിലെ ചെറുതായിട്ടൊരു ചാറ്റമഴ ഉണ്ടായിരുന്നു, പിന്നെ പെയ്തിട്ടില്ലെന്ന്. ആ, ശരി ശരി. ഓക്കെ. ആയിക്കോട്ടെ. ഓക്കെ.